പക്ഷെ ഒരു കണ്ടീഷൻ, എപ്പോഴും എൻ്റെ കൂടപ്പുറപ്പായിട്ടും അപ്പോഴും ബ്രോ ഉണ്ടാവണം. ഐ ലവ് യു ബ്രോ, ഐ ലവ് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. അനിയൻ കുഞ്ഞിനോട് ഒരു കാര്യം പറയാനാ വന്നത്. പറഞ്ഞ അനിയൻ കുഞ്ഞ് കേക്കൂ. കല്യാണി, നീ ആദ്യം കാര്യം പറ. നാളെ ഇവിടുത്തെ എല്ലാ കാര്യവും എന്താവും അനിയൻ കുഞ്ഞിന്റെ തീരുമാനമാണ്. കയ്യിൽ എന്താ അനിയൻ കുഞ്ഞ്? ഒന്നുമില്ല. ഈശ്വര, നീ തന്നെ അവരെ കൊണ്ടതൊക്കെ ചെയ്യിക്കണം. വേറെ ഒരു മാർഗവുമില്ല. എല്ലാ അമ്മമാരെയും പോലെ എന്റെ മോനും സൽകീർത്തിയുള്ളവനാവണമെന്നല്ലേ ഞാനും ആഗ്രഹിച്ചുള്ളൂ. അതൊരു തെറ്റാണോ? എന്റെ മനസ്സറിയാലോ. അവനെ കുറിച്ച് ഓർത്ത് മാത്രം എന്റെ ദുഃഖം. അവന്റെ മനസ്സ് മാറണം. ഇല്ലെങ്കിൽ ഈ തൃച്ചംബരത്ത് അവനെ എല്ലാവരും മറന്നു പോകുന്ന അവസ്ഥ വരും. അതുണ്ടാവരുത്. ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. ഈശ്വര, എന്റെ കുടുംബത്തെ കാക്കണം. എന്റെ മോൻ മാറണം. മാഡം, എപ്പോഴൊക്കെയോ അമ്മയെന്ന് വിളിക്കാൻ കൊതിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭയമായിരുന്നു. പക്ഷെ അമ്മയെപ്പോലെ എനിക്കിഷ്ടായിരുന്നു. ആ തള്ളത്ത് നിൽക്കുമ്പോ ആരോ ഒരു കരുതലുണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ഇന്ന് 9 മണിക്ക് നന്ദനമ്മയുടെ എത്തും. നിശ്ചയത്തിന് സമ്മതമാണെന്ന് പറയും. അത് പോരെ? അതല്ലേ എന്നെ ഏൽപ്പിച്ചത്? നന്ദിയുണ്ട്. ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും എന്നോട് പുറത്തില്ലേ? എനിക്ക് കല്യാണം വരെ ആലോചിച്ചില്ലേ? ക്രിമിനൽ മനസ്സാ ഇവന്റേത്. പക്ക ക്രിമിനൽ മനസ്സ്. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മുകളിൽ ചാഞ്ഞാൽ അതപ്പോഴേ വെട്ടിമാറ്റണം എന്നാ പ്രമാണം. അല്ലെങ്കിൽ അതാ കുടുംബത്തെ മൊത്തത്തിൽ നശിപ്പിക്കും. കുടുംബത്തിന്റെ അഭിമാനത്തെക്കാൾ സ്വന്തം ഇഷ്ടത്തിന് വില കൊടുക്കുന്ന ഇവൻ അർഹിക്കുന്നത് ജീവിതമല്ല, മരണോ. കൊല്ലണോ ഇവനെ. അത് ചെയ്യാൻ ഏറ്റവും അർഹത എനിക്കാ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന ഇവന്റെ അമ്മയ്ക്ക്. ദയവ് ഇത് എന്നെ ഇനി ഉപദ്രവിക്കരുത്. എന്നെ വെറുതെ വിട്. അതിന് എന്നെ ബലിയാടാക്കണോ? നിങ്ങൾ പണക്കാർക്ക് മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്കും അന്തസ്സും അഭിമാനം ഉണ്ടെന്ന് അനിയും കുഞ്ഞും മറന്നു. അതോർക്കുമ്പോ ഇതിനകം തന്നെ എല്ലാം അവസാനിപ്പിക്കേണ്ടതാ കല്യാണി.
കുഞ്ഞേ കുഞ്ഞേ ആ ഇത് തരാൻ പറഞ്ഞു. കല്യാണി. കല്യാണിയോ? എന്നിട്ട് അവളവിടെ? അറിയില്ല. കുറെ മുമ്പ് ഈ കത്ത് ഏൽപ്പിച്ചിട്ട് പുറത്തുപോയി. എവിടേക്കെന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞുമില്ല. സാധാരണ എവിടെ പോയാലും പറഞ്ഞിട്ട് പോകുന്നതാ. മുഖത്തെ സങ്കടം കണ്ടപ്പോ ചോദിക്കാനും തോന്നിയില്ല. ശരി, ചേച്ചി പോയിക്കോ. ഉം. അനിയും കുഞ്ഞിന് ഞാൻ കാരണം എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അയ്യോ, അപ്പൊ സീരിയസ് ആണല്ലേ? ഒരു ഹോപ്പും ഇല്ലെന്ന് പറഞ്ഞോ? അത് ശരി, അപ്പൊ അതാണ് കാര്യം എന്ന് പറഞ്ഞ കിട്ടിയപ്പോ നന്നായിട്ട് കിട്ടിയെന്ന് കരുതാ. ആ പാവം, നമുക്ക് വളരെ വേണ്ടപ്പെട്ട കൊച്ചാ അത്. കല്യാണം പോലും കഴിച്ചിട്ടില്ല ഇതുവരെ. ആ ശരി ശരി, നീ എന്നെ വിളിക്കണേ. ഈ നമ്പറിൽ വിളിച്ചാ മതി. ആന്റി ഇടയ്ക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങും. ശരി എന്നാ. ആരാമ്മ? ദിവ്യ, മോൾക്കറിയാം, ഇന്ദിവരത്തെ പത്മാവതി അമ്മയുടെ മരുമോളാ ദിവ്യ. ഹ, പത്മാവതി അമ്മയുടെ ഡോക്ടർ മോൻ പ്രേമിച്ചു കെട്ടിയ പെണ്ണില്ലേ, അവള് തന്നെ. അവള് കല്യാണിയെ അഡ്മിറ്റ് ആക്കിയ ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റാ. ഒന്ന് തിരക്കി വിശേഷം പറയണമെന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു. അവളാ വിളിച്ചത്. വിളിച്ചപ്പോ കിട്ടിയ ന്യൂസ് ഉഗ്രൻ. ആ കല്യാണി നിനക്ക് തന്ന വാക്ക് പാലിക്കുന്ന തോന്നുന്നത്. വാക്കോ? എന്ത് വാക്ക്? നീ തൃച്ചംബരത്ത് കാലെടുത്ത് വെക്കുമ്പോ ഈ ഭൂലോകം വിട്ട് പോകുന്നുള്ള വാക്ക്. അവളിപ്പോ വെന്റിലേറ്ററില്ല. 90% ഡോക്ടർമാര് കൈയൊഴിഞ്ഞു മട്ട. ഉടനെ ഓപ്പറേഷൻ നടത്തണമെന്ന്. അവിടാണമ്മേ എനിക്ക് പ്രശ്നം. അവളൊരു അന്യനാട്ടില് പോയി ലോറിയുടെ അടിയിൽ കേറിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ഇവിടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചികിത്സയോട് ചികിത്സയല്ലേ. താൻ നൽകിയ 7 ദിവസ കണക്കിന്റെ വാക്ക് പാലിച്ച കല്യാണിയെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് നന്നേ ബോധിച്ചിട്ടുണ്ടാവും. അവളെ രക്ഷപ്പെടുത്താൻ ലോകത്ത് എവിടെ ഒന്നും ഡോക്ടറെ വരുത്തുകയും ചെയ്യും ഈ അഖിലാണ്ടേശ്വരി. വരട്ടെ മോളെ, വരട്ടേന്ന്. ആദ്യം ഡോക്ടർമാര് വന്ന് അവളുടെ മുറിവൊക്കെ ഒന്ന് തുന്നിക്കെട്ടട്ടെ. എന്നിട്ടും അവളുടെ ചങ്കില് പിടപെടപ്പുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അവളുടെ വായിലേക്ക് ചെറിയൊരു ഗുളിക ഇട്ട് കൊടുക്കും. വളരെ ചെറിയൊരു ഗുളിക. അതോടെ തീർന്നോളും നമ്മുടെ പ്രശ്നം മുഴുവൻ. തീരണമ്മേ, തീർന്നേ പറ്റൂ. അവൾ എന്റെ കാലില് തറച്ച കൂർത്ത കാരമുള്ള അത് വേരോടെ പിഴുതെറിയണം. അമ്മയ്ക്കറിയോ, അവള് കാരണം എന്റെ നിശ്ചയം മുടങ്ങിയ ദിവസം എനിക്ക് ഓർക്കം വന്നില്ല. ആ രാത്രി തന്നെ ഔട്ട് ഹൗസിലെത്തി അവളെ കൊന്നിട്ട് ജയിലിൽ പോകാൻ ഇറങ്ങിയവളാ ഞാൻ. അപ്പോഴാ ഓർക്കം വരാതെ സിറ്റ് ഔട്ടിലിരിക്കുന്ന അമ്മയെ കണ്ടത്. അല്ലെങ്കിൽ തീർത്തേനെ ഞാനോ. മോള് സമാധാനിക്ക്. മോൾക്ക് സന്തോഷം തരുന്ന വാർത്തയായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഉടനെ ഫോൺ വരും. ദിവ്യ ഇവിടെ വെയിറ്റിംഗാ. ജസ്റ്റ് റിലാക്സ്, ഓക്കേ? തന്റെ ആത്മഹത്യക്ക് പ്രേരണയും കാരണക്കാരും നമ്മളാണെന്ന് ആ കല്യാണി മൊഴി കൊടുക്കുകയാണെങ്കിലോ? അവളുടെ ജീവിതം അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ചോര വാർന്ന് വാർന്ന് മരവിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും?